ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ടാക്സേഷൻ എന്ന പേപ്പറിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ട്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ടാക്സേഷൻ സബ്ജക്റ്റാണ് നോക്കുന്നത്. എനിക്കറിയാം, പൊതുവിൽ എല്ലാവരും പറയുന്നൊരു കൺസേൺ ആണ് ടാക്സേഷൻ പാടാണെന്ന്. പക്ഷേ എളുപ്പമാണെന്ന് പറയുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര റെയറാണ്. എല്ലാവരും പറയാറുണ്ട് DT ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ചിലർ പറയാം IDT ഭയങ്കര പാടാണെന്ന് പറയാറുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആവും. നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഓരോ സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് വെയിറ്റേജ്, ഏതൊക്കെ അറ്റംപ്റ്റിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ഏതൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ടാക്സേഷൻ എന്ന പേപ്പറിലും നമ്മൾ അതുപോലെ ഡീൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് ജൂൺ 2025 എക്സാം എഴുതുമ്പോൾ എക്സാം ക്ലിയർ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞൊരു സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്യുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്ന അക്കൗണ്ട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് ഏകദേശം തീർന്നു. ഇനിയൊരു കുറച്ചൊരു ചെറിയ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചാപ്റ്റർ വൈസ് ഓരോന്നും എടുക്കുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. കംപ്ലീറ്റ് കറക്റ്റ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ടാർഗറ്റ്സ് തരും, പഠിക്കാൻ എങ്ങനെയാണ്, റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി കംപ്ലീറ്റ് ഒരു ഐഡിയ തരും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നോർമൽ വേയിൽ, ലൈക്ക് നിങ്ങൾക്ക് വലിയ ഹെക്റ്റിക്കൊന്നും ആകാണ്ട് വളരെ സിമ്പിളായിട്ട് ഡെയിലി ഒരു 2 അവേഴ്സോ 1.5 അവേഴ്സോ ഒക്കെ വെച്ചിട്ട് മാത്രമേ ക്ലാസ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് 3 അവേഴ്സാണ്. അത് ഞാൻ ആലോചിച്ചപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ ആദ്യമേ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ പതിയെ എത്താം എന്ന് കരുതി ഞാൻ ഫെബ്രുവരി 10th മുതൽ കുറച്ച് പ്രോഗ്രസീവായിട്ട് നല്ല രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന സമയം എന്നുള്ളത് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി ഞാൻ ഓരോ ടൈം ടേബിൾസ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്ന തീർക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു ടൈം പീരീഡിൽ ഞാൻ തീർക്കാൻ നോക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളത് വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങളൊന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് അലോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫെബ്രുവരി 11th റിസൾട്ട് വരെയാണ്. അപ്പോൾ പലരും എക്സാം എഴുതി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് റിസൾട്ട് എന്താകും എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം ഇനി ഒരു 3.5 monthsേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് എക്സാം ഓൾറെഡി എഴുതിയവരോട് പറയാനുള്ളത്, ഫസ്റ്റ് ഗ്രൂപ്പാണ് എഴുതിയതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുക. അതിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കരുത്. ഇപ്പോൾ ഒരു 5-6 ദിവസം ഉണ്ട്, ആ ദിവസം കളയാണ്ട് പഠിക്കുക. അപ്പോൾ ആ 5-6 ദിവസം ചിലപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റ് തന്നെ ചിലപ്പം ഈ ഒരു 6 days കൊണ്ട് തീർക്കാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഡേയ്സ് ഒരിക്കലും കളയരുതെന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയവരോട് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, നമുക്ക് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, പാസ്സാവണമെങ്കിൽ നമുക്കത് ഓക്കെ, അത് പോസിറ്റീവ് തന്നെയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്, നമ്മുടെ ടൈം പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, നിങ്ങൾക്കൊരു 50% എബവ് ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് എന്നിട്ട് നിങ്ങൾ റിസൾട്ട് വന്നിട്ട്, കാരണം ഇനിയിപ്പോൾ ഒരു 6 days ആ ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, സ്റ്റഡി സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതിനൊരു ചെറിയ ഫീ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു 4 months സെഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ നോട്ട്സ് തരുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഓൾസോ അത് ഒരാൾക്ക് ഉപയോഗമാവട്ടെ വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ഫീ
ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന 1-2 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഫീ ചാർജ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മതി. കാരണം ഒരു ചെറിയ ഫീയിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫുള്ള് കിട്ടുകയാണ്. ഒരു ചെറിയ ഫീ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഫീ കൊടുത്തായിരിക്കും നമ്മൾ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് മേടിക്കുക. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 ഗ്രൂപ്പിൻ്റെയും എൻ്റെയർ കാര്യങ്ങൾ കിട്ടുകയാണ്. ക്ലാസ്, നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് പേപ്പേഴ്സ്, പിന്നെ MTP എല്ലാം നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് കിട്ടും. ആ ഒരു ഫീയിൽ നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പെർ സബ്ജക്റ്റ് ഗ്രൂപ്പ് വൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് മതി, എനിക്കിപ്പോൾ ടാക്സേഷൻ മതി, ഓക്കെ ടാക്സേഷൻ മാത്രം പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മതി, അങ്ങനെ മാത്രം. അപ്പോൾ അതൊരു ഇൻഡിവിജ്വലി ഒരു കുറച്ച് പൈസയേ വരുന്നുള്ളൂ. അല്ല ഗ്രൂപ്പ് വൈസ് ആണെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വന്ന കണ്ടൻറ്റിലേക്ക് തിരിച്ചു വരികയാണ്. ടാക്സേഷൻ എന്ന പേപ്പറിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, 100% പഠിച്ചിട്ട് പോവുക. ഭയങ്കര റിസ്ക്കിയാണ്. നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ എക്സാമിൻ്റെ തലേന്ന് അത് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റായിട്ട് പോകാൻ ഒരുപാട് നല്ല ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഡെയിലി എക്സാംസ് ഉള്ളവർക്ക്, ബോത്ത് ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അന്നത്തെ ദിവസം എത്തി, വളരെ കുറച്ച് സമയം, പിറ്റേ ദിവസം രാവിലെ ആ ഒരു സമയം അത്രയേ ഉള്ളൂ. വളരെ കുറച്ചൊരു 12 മണിക്കൂറോ മറ്റോ ഉള്ളൂ. ആ ഒരു 12 hours ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ എൻ്റെയർ സിലബസ് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മുന്നേ ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തവരാണെങ്കിൽ പോലും ആ ഒരു ടൈമിൽ നമുക്കിത് മൊത്തം കൺസിസ്റ്റൻ്റ് ആയിട്ട് തീർത്തെടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യാറുള്ളത്, നിങ്ങൾ 100% നിങ്ങൾക്ക് മാൻഡേറ്ററി നിങ്ങൾ പഠിച്ചോളൂ, സീനില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും 85% പക്ക ക്ലിയർ ചെയ്യുക. ആ ഒരു ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കുക എങ്ങനെയാണ് ആ ഒരു 85% ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ആ 85% ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ഓരോരോ ഹെഡുകൾക്കും ഓരോ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടും കഴിഞ്ഞ അറ്റംപ്റ്റിലുള്ള എക്സാംസ് അനലൈസ് ചെയ്തിട്ടും വേണം നമ്മളൊരു ചാപ്റ്റർ ചൂസ് ചെയ്യാൻ. അല്ലാണ്ട് നമുക്ക് എളുപ്പമുണ്ടെന്ന് കരുതി ഒരു ചാപ്റ്റർ എടുക്കരുത്, ചിലപ്പോൾ അത് എക്സാമിന് വരണം എന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ചാപ്റ്റർ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ടൈം എടുക്കും. സോ അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ കഴിഞ്ഞ 4 അറ്റംപ്റ്റിലും ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും എന്തുമാത്രം വെയിറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫുള്ളായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യമാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം വന്നിട്ട് നമുക്കറിയാം, ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്സിനാണെങ്കിലും 50-50 ആണ് വെയിറ്റേജ്. 50-50 അല്ലേ. ഡയറക്റ്റ് ടാക്സ് 50 മാർക്ക്, ഇൻഡയറക്റ്റ് ടാക്സ് 50 മാർക്ക്, ഇങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് വരുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ മുഴുവൻ പഠിച്ചിട്ട് പോണേനേക്കാളും പഠിച്ച ഏരിയ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ 100% ഷുവറാക്കി നല്ല ക്ലീനാക്കി പഠിച്ച് അങ്ങനെ പോകും. അത് നമുക്ക് പോസിബിൾ അല്ല. ചിലപ്പോൾ നമ്മൾ ചിലത് നോക്കുമ്പോൾ ചിലത് നമുക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുന്ന ഏരിയ ക്ലിയർ ചെയ്യുക. അതിനകത്ത് നിന്ന് പിന്നെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഡൗട്ടില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിലേക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 85% ചൂസ് ചെയ്ത് അത് പക്ക ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ഷുവറായിട്ട് 70-75 മാർക്സ് നന്നായിട്ട് കിട്ടും. ഞാനത് ഒരു ആവറേജ് പറഞ്ഞതാണ്. നമുക്ക് എക്സാം 120 മാർക്സിന് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഏരിയാസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാനും നമുക്കൊരു 80-85 സുഖമായിട്ട് കിട്ടും. ഇനി അങ്ങനെ പോട്ടെ, നമുക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാം ഒന്ന് റെക്ടിഫൈ എല്ലാം കഴിഞ്ഞായാലും നമുക്കൊരു 75 മാർക്ക് ഷുവറായിട്ട് കിട്ടും. സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയും അത്രയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്, പാസ്സായാൽ മതി എന്ന് പറയും അല്ലേ. അങ്ങനെയല്ല, പാസ്സാവുമ്പോൾ വിത്ത് ബെറ്റർ മാർക്സ് നമുക്ക് പാസ്സാവാൻ പറ്റും. ഒരു എക്സംഷനെങ്കിലും ഉണ്ട് പാസ്സാവുക എന്ന് വെച്ചാൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എങ്ങനെ ചൂസ് ചെയ്യണം, സബ്ജക്റ്റ് എങ്ങനെ ഓരോ ചാപ്റ്റർ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്.
ഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളൊരു ഏരിയ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ തൊട്ട് മുന്നേ ഉള്ള 3 അറ്റംപ്റ്റുകളിലും വന്നിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്നില്ല. അതായത് ഡിസംബർ 2024 വന്നില്ല. ജൂൺ 2023 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 3 അറ്റംപ്റ്റിലും 4 മാർക്ക് 7 മാർക്ക് 7 മാർക്കിന് വന്നെങ്കിലും ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിരുന്നില്ല. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. MCQയിൽ മറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അത് ഇത്തവണ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു. സോ നമുക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാം ഈ വരുന്ന അറ്റംപ്റ്റിൽ എന്തായാലും കാണുന്ന ഒരു ഏരിയ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് 7 മാർക്ക് കിട്ടുകയും ചെയ്യും. സോ ആ ഏരിയ ആരും സ്കിപ്പ് ചെയ്യരുത്. അത് വളരെ സിമ്പിളാണ്. ഒരു 2 hours ഒരു 3 hours സ്പെൻഡ് ചെയ്താൽ ഇത് ഫുള്ള് തീർക്കാൻ പറ്റും. തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസും തീർക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ടാക്സേഷൻ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്, ബേസിക് ആണിത്. അപ്പോൾ ഇത് പഠിച്ചേ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഹെഡ്സ് ഓഫ് ഇൻകം. നമുക്കറിയാം 5 ഹെഡ്സ് ഉണ്ട്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതേഴ്സ്. അങ്ങനെ 5 ഹെഡ്സ് ആണ് നമുക്ക് ഇൻകം ടാക്സിലുള്ളത്. ആ 5 ഹെഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്സ് സാലറി, HP, PGBP, ക്യാപിറ്റൽ ഗെയിൻ എല്ലാ 4 അറ്റംപ്റ്റിലും അതിൻ്റെ 4 അറ്റംപ്റ്റിലും 4 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരുന്നു. സാലറി എല്ലാ അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു, HP എല്ലാ അറ്റംപ്റ്റിലും, PGBP എല്ലാ അറ്റംപ്റ്റിലും. സോറി, അതുപോലെ ഈ 4 ഹെഡ്സും ക്യാപിറ്റൽ ഗെയിൻ എല്ലാ അറ്റംപ്റ്റിലും. അങ്ങനെ നോക്കിക്കേ നിങ്ങൾ 4 എണ്ണവും 4 അറ്റംപ്റ്റിലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ 4 ഹെഡ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്നു കഴിഞ്ഞാൽ 7 മാർക്ക് ഷുവറാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, PGBPന്ന് ഒരു തവണയെങ്ങാണ്ട് സിലബസ് മാറുന്നതിന് മുമ്പ് ഒരു തവണയെങ്ങാണ്ട് 14 മാർക്കിന് PGBPയുടെ ക്വസ്റ്റ്യൻസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അതായത് വിത്ത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻ 14 മാർക്സിന് വരുമായിരുന്നു. പക്ഷേ സിലബസ് മാറിയതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല. സോ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ 4 ഹെഡിൽ നിന്നും നമുക്ക് 7 മാർക്ക് ഷുവറാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കേ, IFOSും ഒരു ഹെഡാണ്. പക്ഷേ ആ ഹെഡിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത എല്ലാ അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു. അതിപ്പോൾ അവരൊരു പാറ്റേൺ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഈ അറ്റംപ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ 7 മാർക്ക് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടാക്സേഷൻ ഡയറക്റ്റ് ടാക്സ് നോക്കുന്ന ആൾക്കാർ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 7 മാർക്ക് ഷുവറായി. പിന്നെ സാലറി, HP, PGBP, CG, IFOs നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് എന്തായി, ഒരു 35 പോട്ടെ, ഒരു മിനിമം ഒരു 30 മാർക്സ് ഷുവറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും എല്ലാ അറ്റംപ്റ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെറ്റ് ഓഫ്. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ എല്ലാ അറ്റംപ്റ്റിലും ഒരു പാറ്റേൺ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സെറ്റ് ഓഫ്. ആ സെറ്റ് ഓഫ് നിങ്ങൾ നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. അപ്പോൾ അത് 7 മാർക്കിന് അതും വരും. അപ്പോൾ തന്നെ അറൗണ്ട് 37 മാർക്കായി. പിന്നെ നിങ്ങൾ നോക്കിക്കേ, അഗ്രികൾച്ചർ ഇൻകം അത് പൊതുവിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ചോദിച്ചിട്ടില്ല. അത് മോസ്റ്റ്ലി MCQയിലാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ അതിലൊരു 2 മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ ഡിഡക്ഷൻസ് അത് ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നില്ല. സോ അതും അങ്ങനെ റെഗുലറായിട്ട് വരുന്നതല്ല. MCQയിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, DT പഠിക്കുന്നവർ ആദ്യം ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഈ 5 ഹെഡ്സും സെറ്റ് ഓഫും ഇത്രയും നിങ്ങൾ പക്ക ക്ലിയർ ചെയ്യുക. ഈ 7 ഏരിയ പക്ക ക്ലിയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ ഇൻകം ചെറുതാണ്, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ MCQ വർക്ക് ചെയ്താലും മതി. അതുപോലെ ഡിഡക്ഷൻസിൻ്റെയും MCQ അതൊരു ടേബിളുണ്ട്, ഡിഡക്ഷൻസിൻ്റെ ഒരു ടേബിളുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ, അത് പഠിച്ചു വെച്ചാലും മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരില്ല. ഇൻ കേസ് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ടേബിൾ നമ്മൾ പഠിക്കും. അതായത് ഓരോ സെക്ഷൻസും, കാരണം നമുക്കറിയാം 80C മുതൽ 80U വരെയാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ആ ഓരോ സെക്ഷൻ്റെയും കണ്ടൻറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാലും ഇല്ല MCQ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് തന്നെ കൊടുക്കുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ ഈ 5 ഹെഡ്സിന്, അതുപോലെ സെറ്റ് ഓഫ്, ഇത്രയും കാര്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് കംപ്ലീറ്റ് ഷുവറായിട്ട് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത്, ടെക്സ്റ്റിലുള്ളതും എല്ലാം ചെയ്ത്, പ്രീവിയസ് ഇയർ എല്ലാം ചെയ്ത് പക്ക ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ പറഞ്ഞ 2 എണ്ണവും ഒരു എനിക്കൊന്നൊരു ഡിഡക്ഷൻസ് ഒരു 2 hour ഇരുന്ന് കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് നമുക്ക് തീർക്കാൻ പറ്റും. അഗ്രികൾച്ചർ ഇൻകം ഒരു 30 minutes മതി അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനായിട്ട്, അത്രയും മതി. അങ്ങനെ ഒരു 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്കൊരു 5 to 6 or 7 മാർക്ക് കിട്ടും.
ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഡീറ്റെയിൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി ഇമ്പോർട്ടൻ്റ് മറ്റേ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഒക്കെ എവിടെ എന്നൊക്കെ തോന്നാം. അതിൻ്റെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പക്ഷേ ഞാൻ അതെടുക്കാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ലെങ്തിയാണ്. ഈ പറഞ്ഞ എല്ലാ ഹെഡ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം ഈസിലി കമ്പ്യൂട്ട് ചെയ്യാം. പക്ഷേ അത് കുറച്ചധികം എല്ലാവർക്കും അതായത് വെച്ചാൽ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ അത് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഹെഡ്സ് എല്ലാം നോക്കിയത്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ GSTയിലേക്ക് IDTയിലേക്ക് വരികയാണെങ്കിൽ IDTയിൽ എപ്പോഴും എല്ലാ അറ്റംപ്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻട്രഡക്ഷൻ ആദ്യം 4 മാർക്സ് ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇപ്പോൾ ഒരു പാറ്റേൺ ആയിട്ട് അവർ 14 മാർക്സ് ഷുവറായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ A പാർട്ട് ആൻഡ് B പാർട്ട് 7 മാർക്ക് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എല്ലാ അറ്റംപ്റ്റിലും വരുന്നുണ്ട്. സോ ഈ അറ്റംപ്റ്റിലും വരാൻ ചാൻസ് ഉണ്ട്. സോ 14 മാർക്ക് ഷുവർ ഷോട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ. തിയറിയാണ്, പക്കാ തിയറിയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ 14 മാർക്സ് ഷുവറാണ്. അതുപോലെ തന്നെ അതിന് ഇൻട്രൊഡക്ഷൻ ഇതും വരും, എന്താണ് MCQന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അത് പോട്ടെ, നമുക്കിപ്പോൾ ഷുവറായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിൽ കിട്ടും. പിന്നെ സപ്ലൈ ഇതിൽ ഈ GSTയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അറൗണ്ട് ഒരു 10 to 15 ചാപ്റ്റേഴ്സ് അങ്ങോട്ടേ ഉണ്ട്. അപ്പോൾ അത്രയും ചാപ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് ഷുവറായിട്ട് ഇന്ന ഏരിയയിൽ നിന്ന് വരും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുന്നെങ്കിൽ അതൊന്ന് ഇൻട്രൊഡക്ഷനും ഒന്ന് കസ്റ്റംസും മാത്രമാണ്. അത് മാത്രം ഷുവർ എല്ലാ അറ്റംപ്റ്റിലും ഒക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ മാറി ഇപ്പോൾ സപ്ലൈ ആണെങ്കിൽ പിന്നെ സപ്ലൈ ഉണ്ടാവില്ല, കോമ്പോസിഷൻ സ്കീം ആയിരിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ ITC മോസ്റ്റ്ലി വരാറുണ്ട്. നോക്കിയ രജിസ്ട്രേഷൻ ITC MCQയിലായാലും ഒക്കെ വരാറുണ്ട്. ITC മിക്കപ്പോഴും വരാറുമുണ്ട്. ഉണ്ട്, ഈ ഒരു അറ്റംപ്റ്റിൽ ഇല്ലാതിരുന്നുള്ളൂ, ബാക്കി എല്ലാ അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു. അതുപോലെ രജിസ്ട്രേഷൻ 2 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല. സപ്ലൈ കണ്ടോ, ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എല്ലാ അറ്റംപ്റ്റിലും ഉള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷനും മറ്റൊന്ന് കസ്റ്റംസും ആണ്. എല്ലാ അറ്റംപ്റ്റും സ്കിപ്പ് ചെയ്യാണ്ട് ചോദിച്ചൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി GSTയിൽ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷനും 2 എന്താണ് ഇൻഡയറക്റ്റ് ടാക്സിൽ 1 GSTയിൽ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനും കൊടുക്കുക, 2 നമ്മുടെ കസ്റ്റംസിനും വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സപ്ലൈ നോക്കുക, പിന്നെ അതുപോലെ ITC നോക്കുക, വാല്യൂ ഓഫ് സപ്ലൈ നോക്കുക, രജിസ്ട്രേഷൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കോമ്പോസിഷൻ സ്കീം, അതായത് 7th പ്രയോറിറ്റി മാത്രം കോമ്പോസിഷൻ സ്കീം. പിന്നെ സെറ്റ് ഓഫ് ഉണ്ട്, ITCയുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അത് പക്ഷേ അതായത് ഇപ്പം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം മിക്കപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ഇതിലില്ലേന്ന് ചോദിക്കില്ലേ. അങ്ങനെയല്ല, ITCയുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് MTP അതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്നല്ല, MTPയിൽ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ ഈ അറ്റംപ്റ്റ് വരുമോ വരില്ലേന്ന് അറിയില്ല. അപ്പോൾ ആവറേജ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിന്. പിന്നെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ഈ ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇൻട്രൊഡക്ഷൻ, കസ്റ്റം, സപ്ലൈ, രജിസ്ട്രേഷൻ, ITC, വാല്യൂ, ടൈം, പിന്നെ കോമ്പോസിഷൻ സ്കീം നോക്കണം. പിന്നെ അതിന് ശേഷം സെറ്റ് ഓഫ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്. ഇത്രയും ഏരിയ പക്ക ക്ലിയർ ചെയ്യുക. 10 ഏരിയ ഉണ്ട് IDTയിൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെയിനായിട്ട് ഇപ്പോൾ മറ്റേതിൽ DTയിലാണെങ്കിൽ നമ്മൾ മെയിൻ 7 ചാപ്റ്റേഴ്സും പിന്നെ 2 ചാപ്റ്റേഴ്സ് സബ് പറഞ്ഞു. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഒരു 6 ചാപ്റ്റേഴ്സ് പറയുന്നുണ്ട്. ബാക്കി ടൈം ഓഫ് സപ്ലൈ, സെറ്റ് ഓഫ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, കോമ്പോസിഷൻ നമ്മളല്ലാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് വേണം പഠിക്കാൻ. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അഡീഷണൽ എത്ര ചാപ്റ്ററാണ് പഠിക്കാൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ തന്നെയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റും. ഞാൻ പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കിട്ടിയൊരു ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MCQ ഞാൻ നോക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് MCQ നോക്കുക അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ MCQ എടുക്കാതിരുന്നത്. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലെന്നും എങ്ങനെ 85% കവർ ചെയ്യാമെന്നുള്ളത് കംപ്ലീറ്റ് പറയുന്നുണ്ട്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. നല്ല മാർക്ക് IDT and IDTയിൽ സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സേഷൻ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു മെയിൻ കോർ പേപ്പർ തന്നെയാണ് ടാക്സേഷൻ. അപ്പോൾ ആരും അതിൽ വലിയ മടി പിടിക്കരുത്. കാരണം അത് സ്കിപ്പ് ചെയ്യാനും പാടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് മെയിൻ ചാപ്റ്റേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡീഷണൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വിട്ടുപോയ ചാപ്റ്റേഴ്സ് പഠിക്കാം.
പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്ലാസ്സസോ നോട്ട്സോ പ്രീവിയസ് ഇയറോ ഒക്കെ ഉള്ള ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ. അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. ഒരു ചെറിയ ഫീ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ 4 ഗ്രൂപ്പും അതിൽ നിന്ന് കിട്ടുകയാണ്, 4 സബ്ജക്റ്റും അതിൽ നിന്ന് കിട്ടുകയാണ്. ബോത്ത് ഗ്രൂപ്പിന് കുറച്ചും കൂടി ഫീ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സബ്ജക്റ്റ് വൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട്സ് മതി, അല്ലെങ്കിൽ ടാക്സും മതി, കോഴ്സ് മതി, അങ്ങനെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി 10 മുതൽ നമ്മൾ കറക്റ്റ് ടൈം ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം, അപ്പോൾ ഞാൻ 10th ആണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടിരുന്നതെങ്കിലും പിന്നെ എല്ലാവരും റിസൾട്ട് വന്നതിന് ശേഷം ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കണം ഒത്തിരി പേരുണ്ട്. അതായത് റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, അവർ വെയിറ്റ് ആക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 10th ഒന്ന് മാറ്റി തരാമോ, 11th എക്സാം റിസൾട്ട് വരുമല്ലേ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഫെബ്രുവരി 15th മുതൽ കറക്റ്റായിട്ടുള്ള രീതിക്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ അതുവരെ ഒരു നോർമൽ സെഷൻ ആയിരിക്കും, ജസ്റ്റ് എക്സാം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ അതിന് ശേഷം കറക്റ്റ് ഫോളോ ചെയ്യും. അതിനുശേഷം പുതിയ സ്കെഡ്യൂൾസ് വെച്ചിട്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി, ഇപ്പോൾ നിലവിലുള്ളവർക്ക് നമ്മൾ ഈ പോണ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്കെഡ്യൂൾസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. ഇല്ല, നിങ്ങൾക്ക് ഫെബ്രുവരി 15th മുതലുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഫീ സ്ട്രക്ചറും കാര്യങ്ങളും പറഞ്ഞുതരാം. എനിക്ക് ഷുവറാണ് ഞാൻ പറഞ്ഞു തരുന്ന കറക്റ്റ് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് ക്ലാസ് കേട്ട് നോട്ട് കണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന രീതിക്ക് പോയി കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ ഷുവറാണ് നമ്മൾ എക്സാം ക്ലിയർ ചെയ്യും ഈ വരുന്ന അറ്റംപ്റ്റിൽ. ഓക്കെ, ആരും വറീഡ് ആവണ്ടെന്നില്ല. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ഡിഫിക്കൽട്ടാണ് എന്ന് കരുതി കഴിഞ്ഞാൽ പോയി. നമ്മളെല്ലാം ഓക്കെ നമുക്ക് പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ പ്രശ്നമില്ല. വരുന്ന അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓൾറെഡി ചെയ്യുന്നവരുണ്ടാവും. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാം നോക്കുന്നുണ്ടെങ്കിൽ, ജൂണിൽ എക്സാം നോക്കുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ഒരു 2 months ലീവ് എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു മെയ്യിലൊക്കെ എല്ലാവരും ലീവ് തരത്തുള്ളൂ, മെയ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ലീവ് തരത്തുള്ളൂ. സോ ആ സമയത്ത് ഒരു 15 daysലോ അല്ലെങ്കിൽ 20 daysലോ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും മുന്നേ തന്നെ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷേ മുന്നേ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങി 2 months ഒക്കെ കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് ക്ലിയർ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു 2 months മുമ്പേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ആർട്ടിക്കിൾഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സീനാവില്ലേ അങ്ങനെ തോന്നും. പക്ഷേ അതിനേക്കാളും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആർട്ടിക്കിൾഷിപ്പ് നമുക്ക് ഇനിയും ചെയ്യാം, എപ്പോൾ വേണോ ചെയ്യാം, ഏത് ഫേമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ ചെയ്യാണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർമീഡിയറ്റിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ഇറങ്ങിയ ഫേമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇനി അങ്ങനെ 2 months പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുക. ടെർമിനേറ്റ് ചെയ്യുക, നിങ്ങൾ വന്ന് എക്സാം എഴുതി എക്സാം പാസ്സാവുക. നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് എവിടെ നിന്ന് വേണമെങ്കിലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡീസിന് കുറച്ചും കൂടി ഒന്ന് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്ക് ഇങ്ങനെ ആർട്ടിക്കിൾഷിപ്പിന് കയറണമെന്നുണ്ട്, സ്റ്റൈഫൻഡ് കിട്ടുമല്ലോ, എക്സാം ആണെങ്കിൽ ഒട്ട് ക്ലിയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇത് തന്നെയാണ്. സ്റ്റൈഫൻഡ് നമുക്ക് ഇനിയും കിട്ടും. ഓക്കെ, സ്റ്റൈഫൻഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, നമ്മൾ എപ്പോൾ ആർട്ടിക്കിൾഷിപ്പിന് ചെന്നാലും കിട്ടും. പക്ഷേ ഇൻ്റർ അങ്ങനെയല്ല. നമ്മുടെ ടൈം പൊയ്ക്കൊണ്ടിരിക്കും തോറും നമുക്ക് അതിനോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും പഠിത്തത്തിനോടുള്ള. സോ അതുകൊണ്ട് നമ്മൾ പഠിക്കാനുള്ള ടൈമിൽ പഠിക്കുക തന്നെ വേണം. ആ സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ള കാര്യം. ആ അഡ്വൈസാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഈ തവണ ക്ലിയർ ചെയ്യുക, ജൂലൈയിൽ കയറാമല്ലോ എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. സോ എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ വീഡിയോസും ഇതിനകത്തിടും. നോക്കി നിങ്ങൾ കറക്റ്റ് നിങ്ങളുടേതായിട്ടുള്ളൊരു വേക്ക് പഠിക്കുക. അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വൈസസ്, കുറച്ചുകൂടി ഗൈഡ് ലൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരാറായി. എല്ലാവരും നന്നായിട്ട് എല്ലാവരും നന്നായിട്ടിരിക്കുക, എല്ലാവരും പാസ്സാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മൾ കഴിഞ്ഞ വർക്കൗട്ട് സെഷനിലൊക്കെ ജോയിൻ ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഇപ്പോൾ ഞാനായാലും റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ. നെഗറ്റീവ് ആയാലും ബാഡ് ആവണ്ട.
ഇതൊക്കെ നോർമലാണ്. പോസിറ്റീവ് കാണുന്ന പോലെ നെഗറ്റീവിനെയും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പം അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടുവന്നാൽ പിന്നെ പ്രശ്നമില്ല. ജൂണിൽ എക്സാം എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, കോൺഫിഡൻസ് കളയരുത്. ഓക്കെ, നമ്മുടെ എക്സാം ക്ലിയർ ചെയ്യും വൺ ഡേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള ടൈം കളയാണ്ട് ഇപ്പോഴേ ഒരു ടൈറ്റ് ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ റിസൾട്ട് വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വർക്കൗട്ട് സെഷനിൽ ജോയിൻ ചെയ്യാനോ സ്റ്റഡി സെഷനിൽ ജോയിൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.